നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാനാണെങ്കിൽ നേരെ ഷാപ്പിലോട്ട് പോവാണ്. ഷാപ്പ് ഏതാണെന്നൊക്കെ അറിയാവോ? അറിയത്തില്ലേ? വഴിയെ ഞാൻ കാണിച്ചു തരാവേ. ഈ പാലം കയറി ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ആറ്റുമുഖം ഷാപ്പ് എത്തുന്നത്. ഇവിടെ വന്നപ്പോഴോ വണ്ടി പോലും പാർക്ക് ചെയ്യാൻ പോയിട്ട് ഒന്ന് സൂചി കുത്താൻ സ്ഥലമില്ലാതിരിക്കും. ഞാൻ ഓർത്തിത് ഷാപ്പാണോ അതോ ഉത്സവപ്പറമ്പാണോ, അത്രയ്ക്ക് തിരക്കായിരുന്നു ഇവിടെ വന്നപ്പോൾ. വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ച്, റോഡ് സൈഡിൽ ഇടാതെ അകത്ത് തന്നെ ഇടാമെന്ന് വിചാരിച്ച്. പിന്നാണെങ്കിൽ വെയിലില്ലാത്തടത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുമ്പോൾ വലിയ ചൂടില്ലാതെ വണ്ടിയിലിരിക്കും. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് അകത്തോട്ട് കയറി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് ഇഷ്ടമുള്ളത് നോക്കി ഓർഡർ ചെയ്യാം. അതാണ് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത. തലക്കറി വലിയൊരു ശേഖരണം തന്നെയായിരുന്നു ഇവിടെ. എനിക്ക് തോന്നുന്നത് ഈ കടലിൽ കിടക്കുന്ന എല്ലാ മീനിൻ്റെ തല ഇവിടെ ഉണ്ടായിരുന്നു. അത് തന്നെയാണോ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നീരാളി ഫ്രൈ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ കിട്ടുമായിരുന്നു. ഈ മധുരക്കിഴങ്ങ്, പിന്നെ ഈ ഞണ്ട് കായലിലെ ഉണ്ട്, കടലിലെ ഞണ്ടാണ്. രണ്ടും സെപ്പറേറ്റ് ആണ്. പിന്നെ ആണെങ്കിൽ ഇതൊരു വലിയ സ്രാവിൻ്റെ തലയാന്ന് പറഞ്ഞു. പിന്നെ ഇത് മീൻ മുട്ട, പിന്നെ കൊഞ്ച്, പിന്നെ പോർക്ക്, പിന്നെ എന്താണ് മുയലിറച്ചി അടിപൊളിയായിരുന്നേ. അത് എല്ലായിടവും നമുക്ക് കിട്ടത്തില്ലല്ലോ മുയലിറച്ചി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓർത്ത് ഇതെല്ലാം ഒന്ന് കണ്ടു തീരാതെ എങ്ങനെ പോയിരിക്കുന്നത്. കാരണം ഇത്രയും അടിപൊളി ഫുഡൊക്കെ വരുമ്പോൾ ഇത് മൊത്തം നമ്മൾ കണ്ടു തീർക്കണമല്ലോ. അങ്ങനെ അതെല്ലാം കണ്ടു തീർത്ത് നമ്മൾ കായലിൻ്റെ സൈഡിൽ അവരുടെ കപ്പലിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നല്ല വരാല് കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടേ. അങ്ങനെ അവരുടെ ഫാമിലി റെസ്റ്റോറൻറ്റിൽ കയറി നല്ല വൈബ് അടിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. ചൂടുണ്ടോയെന്ന് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ചൂടെന്ന് പറയുന്ന സാധനമേ ഇല്ലേ. വെളിയിൽ ഭയങ്കര ചൂട് കൊണ്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറിയപ്പോൾ നല്ലൊരു തണുപ്പായിരുന്നു അകത്ത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ കായലിൻ്റെ സൈഡിലിരിക്കുന്നതുകൊണ്ട് അതിനകത്തുനിന്ന് വരുന്ന കാറ്റ്, അയ്യോ അതൊരു രക്ഷയില്ല, അടിപൊളി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മുടെ കറികളും ഫുഡും എല്ലാം വന്ന്, നമ്മളാണെങ്കിൽ നല്ല ആറ്റുവാളയും താറാവ് കറിയും കക്ക ഇറച്ചിയും കള്ളപ്പവും പിന്നെ ചീനി വേവിച്ചതും എല്ലാം പറഞ്ഞ് ആദ്യം ഞാൻ ഓർത്ത് നല്ല ഈ നമ്മുടെ ആറ്റുവാളയില്ലേ അതിനകത്തോട്ട് നമ്മുടെ ചീനി ഇങ്ങനെ മുക്കി കഴിക്കുക. ഈ ഷാപ്പിലെ കറിക്കൊരു പ്രത്യേകത രുചിയാണല്ലോ, നല്ല എരിവും പുളിയും എല്ലാം കൂടെ ചേർന്ന്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കള്ളപ്പവും താറാവിനെ മാറ്റി നിർത്താൻ പറ്റുമോ? കക്ക ഫ്രൈ പിന്നെ ഒരു രക്ഷയില്ല, അടിപൊളി. ആ നല്ല മൊരിഞ്ഞായിരുന്നത്, എന്തൊരു ടേസ്റ്റായിരുന്നു എല്ലാം കൂടെ. പിന്നെ അതെല്ലാം ഞങ്ങൾ കഴിച്ചു. നേരെ തിരിച്ചിറങ്ങി കുറച്ച് നേരം വരാലിനെയും കരിമീനെയും എല്ലാം കണ്ടു. അതിനെല്ലാം ഇവിടെ വളർത്തുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴേ ഇവരിവിടെ ഇരുന്ന് മീൻ വെട്ടുന്നതും കൊഞ്ച് പൊളിക്കുന്നതും അതെല്ലാം കണ്ടു. അങ്ങനെ അവരോട് സംസാരിച്ച് ഞാൻ ഓർത്തു അവർ ഫുഡൊക്കെ കഴിച്ചോന്ന് തിരക്കണ്ടേ, നമുക്ക് വേണ്ടി അവരും കഷ്ടപ്പെടുന്നതല്ലേ. അങ്ങനെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.